ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കൊരു സിമ്പിൾ ഉച്ചയൂണാവാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റ് കനം കുറച്ച് നീളത്തിലരിഞ്ഞു, ഒരു 4-5 ചെറിയുള്ളി, ഒരു പച്ചമുളക്, ആവശ്യത്തിന് വെള്ളം, കുറച്ച് ഉപ്പ്, വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റ്, മീഡിയം ടൈപ്പ് ക്യാരറ്റ് ആണെങ്കിൽ 2 എടുക്കാം. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ. ക്യാരറ്റൊക്കെ ഒരു ഉടയുന്ന പരുവമായി വരണം കേട്ടോ. നന്നായി വേവണം, എന്നാൽ ഉടഞ്ഞു പോകാനും പാടില്ല, ആ ഒരു പരുവം. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്നായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. നല്ല ഒരു പിടി തേങ്ങ എടുക്കുന്നുണ്ട്. ഒരു പിടി മതി, ഒരുപാട് തേങ്ങ വേണ്ട കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു വെളുത്തുള്ളി, ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പം എന്താ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു സ്വല്പം വെള്ളം, അത്രയും മതിയാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അത്രയും മതി. ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കുകയൊന്നും വേണ്ട, ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം നല്ല ലോയിൽ വെച്ചതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 കപ്പോളം തൈരാണ്. നല്ല കട്ട തൈരാണ്. ജസ്റ്റ് പൾസ് മോഡിലൊന്ന് കറക്കിയെടുത്തു, എന്നിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പം എന്താ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവണം, തിളക്കരുത്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പിരിയുന്ന പോലെ ആവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തൈര് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ തൈര് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോഴാണ് ആ ശരിക്കൊരു ടേസ്റ്റ് കിട്ടുക. അല്ലെങ്കിൽ എനിക്ക് ആ തൈരിൻ്റെ ഒരു റോ ടേസ്റ്റ് പോലെ തോന്നും കേട്ടോ. ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർക്കുക കേട്ടോ, ഒരു പ്രത്യേക സ്വാദാണ്. മതി, ജസ്റ്റ് ഒന്ന് ചൂടാവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പാൻ വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു നുള്ള് ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ആ കറിയിൽ ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്തിരുന്നു, അതെനിക്ക് വീഡിയോയിൽ മിസ്സായിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകിൽ ഉലുവ വറുത്ത് പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ ആ തൈര് ചേർത്തതിന് ശേഷം ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഒരു നുള്ളു ഉലുവാപ്പൊടി ചേർത്താൽ മതി. കൂടുതൽ ടേസ്റ്റ് കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും ചേർത്ത് കഴിഞ്ഞാൽ കേട്ടോ, കൂടുതൽ ചേർക്കരുത്. അപ്പോൾ ഉലുവാപ്പൊടി കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഈ കടുക് പൊട്ടുന്ന സമയത്ത് ഒരു നുള്ളു ഉലുവ കൂടി ചേർത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടി ചേർക്കുക. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ മുളക് പൊടി ചേർക്കാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ജസ്റ്റ് മിക്സ് ചെയ്യുക, അപ്പോൾ തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എനിക്ക് ഉള്ളി ഒരു ഇത്തിരി മൂത്തിട്ടുണ്ട് കേട്ടോ, കാരണം ഇത് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ കുട്ടികൾ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ഒന്ന് പോയി. അപ്പോൾ പെട്ടെന്ന് ഉള്ളി ഇത്തിരി ഒന്ന് മൂത്തു. ഉള്ളി അത്രയും മൂക്കണ്ട കേട്ടോ. പറഞ്ഞ പോലെ ഒരു പൊട്ട് പഞ്ചസാര ചേർക്കുക കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ മുളക് പൊടി ചേർക്കാവൂ. ജസ്റ്റ് മിക്സ് ചെയ്യുക, അപ്പോൾ തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ചെറിയുള്ളി ആണെങ്കിൽ ഒരു 5 ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞതും, സവോളയാണെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് സവോളയുടെ അരമുറി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം, അത്രയേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി എടുക്കേണ്ട, അതിൽ താഴെ എടുത്താൽ മതി കേട്ടോ. 1/4 ടീസ്പൂൺ തികച്ചെടുക്കേണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുക. ആ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നല്ല ഒരു പിടി ചീര എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചച്ചീരയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരുപാട് എടുക്കണ്ട, നമുക്ക് നല്ല ഒരു കെട്ട് കിട്ടുമല്ലോ, അതിൻ്റെ ഒരു പകുതി എടുത്താൽ മതി. സാധാരണ നമ്മൾ ചീര കിട്ടുമ്പോൾ ഒരു കെട്ടായിട്ടല്ലേ കിട്ടുക, അതിൻ്റെ പകുതി. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലപോലെ അരിഞ്ഞെടുത്തിട്ട് ഈ സവോള ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ചീര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ല ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു മിനിറ്റ് മതിയാവും കേട്ടോ. ഒന്ന് അടച്ച് വയ്ക്കുക, ഒന്ന് ആവി കയറട്ടെ. ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം ചെയ്യണം. കടലപ്പരിപ്പോ തൂവരപ്പരിപ്പാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നല്ല ഒരു പിടി തൂവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് വേവിച്ച് വെക്കണം. ഉടയുന്ന പരുവം ആവരുത്, എന്നാൽ വേവും വേണം, ആ ഒരു പരുവം. അതായി വരട്ടെ. ഈ സമയത്ത് നമുക്കൊരു പിടിയോളം, നല്ല ഒരു പിടി നിറച്ചെടുക്കണം.
തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1 വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി. ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊണ്ടുവരാം. അപ്പം ഞാൻ ചിരകാനുള്ള മടി കൊണ്ട് ഇങ്ങനെ പീസാക്കിയിട്ട് ഇളക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്ത തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ചിരകാനും കുറച്ചുകൂടി എളുപ്പം അതായിരിക്കും. അപ്പോൾ ഞാനിപ്പം കൂടുതലും അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. മടിയുള്ള ടൈമിലൊക്കെ അങ്ങനെ ചെയ്തെടുക്കും. അതുകൊണ്ടാണ് തേങ്ങ കുറച്ച് അരഞ്ഞ പോലെ ഇരിക്കണം. ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്തു. ഇത് ഒരുപാട് അരഞ്ഞു പോരുത്, ഒന്ന് കറക്കിയെടുക്കുക ചെയ്യാവൂ കേട്ടോ. ഒരു തോരൻ്റെ പരുവം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു പച്ചമുളക്, എരിവിന് ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പം എന്താ ചീരയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ഇട്ടങ്ങ് വേവിക്കരുത് കേട്ടോ, ഒരുപാട് കുഴഞ്ഞു പോവും. ഒന്ന് സോഫ്റ്റ് ആവുക, 1 മിനിറ്റ് മതി കേട്ടോ. എന്നിട്ട് അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നില്ല, ഒരു ഇത്തിരി നേരം ഒന്ന് ആവി കയറാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, ഒന്ന് ആവി കയറട്ടെ, ഇത്തിരി നേരം വെച്ചാൽ മതി കേട്ടോ. ആവി കയറി കഴിയുമ്പോഴത്തേക്കും അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഒരു മിനിറ്റ് കൂടുതലൊന്നും വെക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ആവി വരണം, അത്രയേ ഉള്ളൂ. ആവി വരുന്ന സമയത്ത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പാണ്, ഒരു പിടി എടുത്തു, നന്നായി കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തു. ഞാൻ കുക്കറിലൊന്നും ഇട്ട് വേവിച്ചില്ല, നോർമലി വേവിച്ചെടുത്തു. ഉടയാൻ പാടില്ല, ഉടയുന്ന പരുവാവരുത്, എന്നാൽ ഇങ്ങനെ അങ്ങ് കുഴഞ്ഞു പോവും. വേവണം എന്നാൽ നമുക്കിങ്ങനെ കടിക്കുന്ന ഒരു പരുവം, അങ്ങനെ ആയിരിക്കണം കേട്ടോ. നന്നായി വേവും വേണം, ഉടയാനും പാടില്ല. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മൾ ആദ്യം ഉപ്പ് സവോള ചേർത്ത സമയത്ത് ചേർത്തിരുന്നു. ഇപ്പം വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം കേട്ടോ, നമ്മുടെ പരിപ്പും തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചിക്കി കൊടുത്തിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. വെള്ളം ഒട്ടും തന്നെ ഉണ്ടാവരുത്, നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടുക. കാരണം നമ്മുടെ ചീരയിൽ ഒരു ചെറിയ നനവ് പോലെ ഉണ്ടല്ലോ, അത് നല്ല പോലെ ഡ്രൈ ആയിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുക. കറിവേപ്പില ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ ഒരു നല്ല ഫ്ലേവർ കിട്ടും, അതുകൊണ്ട് ഞാനൊരു ഇത്തിരി ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നല്ല പോലെ ഒന്ന് ചിക്കി എടുത്തിട്ട് ഇങ്ങനെ ചിക്കി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ, കുഴഞ്ഞു പോകരുത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീരയും പരിപ്പും തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചുവന്ന ചീരയാണെങ്കിലും ചെയ്യാം, ഏത് ചീരയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതായിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പരിപ്പ് ചേർത്ത് ഒരു 1-2 മിനിറ്റ് ഒന്ന് ചിക്കിയെടുത്ത് ഓഫ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ചോറ് വിളമ്പിയിട്ടുണ്ട് നമ്മുടെ ചീരയും പരിപ്പും തോരൻ. ഇത് മാങ്ങാച്ചാറ്, നമ്മുടെ നീളം ഉള്ള മാങ്ങ ഉണ്ടല്ലോ, അപ്പോൾ ഞാനത് 1 കിലോ 50 രൂപയായിരുന്നു. അപ്പോൾ കടയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചു. നല്ല വലുപ്പമുണ്ട് കേട്ടോ, ഇത് ഒരു മാങ്ങയാണ് ഇത്രയും അച്ചാറ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ചോപ്പറിൽ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തു, നല്ല വയനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഇൻസ്റ്റൻറ്റ് അച്ചാറായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ ക്യാരറ്റ് കറിയും ഒരു പപ്പടവും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള എൻ്റെ ഉച്ചയോണ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ മുട്ട വേണ്ടുന്നവർക്ക് മുട്ട പൊരിച്ചെടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ലഞ്ച് മെനു ഉച്ചയോണിൻ്റെ റെസിപ്പീസ് നമ്മൾ ഏകദേശം ഒരു 50 വീഡിയോസോളം വെജിറ്റേറിയൻ ലഞ്ച് മെനു ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ ലഞ്ച് മെനുവും, വെജിറ്റേറിയൻ ലഞ്ച് മെനു, നാടൻ റെസിപ്പീസ് എല്ലാം നമ്മൾ പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ലഞ്ച് മെനു അല്ലെങ്കിൽ ഉച്ചയൂണ് റെസിപ്പീസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.